ജർമ്മനിയിലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് ഹയർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ് ഡാറ്റാ സെന്റർ കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിന്റെ മെയിൻ ഹയറേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ, AWS, ആമസോൺ വെബ് സർവീസസ്, ഇക്വിനിക്സ്, പിന്നെ വാൻറ്റേജ് ഡാറ്റാ സെന്റേഴ്സ്, പിന്നെ ഡിജിറ്റൽ റിയാലിറ്റി തുടങ്ങിയ കൊളോക്കേഷൻ കമ്പനീസും അതേപോലെ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്, കോൺട്രാക്ടേഴ്സ് ലൈക്ക് മെർക്കുറി, എക്സൈറ്റ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫേസിങ് എ ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഫീൽഡ്. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഗ്രി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, ഫയർ സിസ്റ്റംസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഹയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. അപ്പോൾ അവർ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് അവർ ശരിക്കും താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, ജർമ്മൻ ബേസിക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ ഹയർ ചെയ്യും. മാത്രമല്ല US വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മനിയുടെ ഡാറ്റാ സെൻറ്റർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 3 ഗിഗാവാട്ടാണ്. അത് US ആണെങ്കിൽ 50 ഗിഗാവാട്ടാണ്. അപ്പോൾ അതായത് ഈ 2030 ആകുമ്പോഴേക്കും ഇവർ ഏകദേശം 90 to 100% ഗ്രോത്ത് ആണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഫീൽഡിൽ വരുന്നത്. അപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ക്രിട്ടിക്കൽ തന്നെ വേണമെന്നില്ല, നോർമൽ ഇലക്ട്രിക്കൽ ഒരു ബിൽഡിങ്ങിൻ്റെ സിസ്റ്റത്തിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ഹയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം നിങ്ങളുടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഷെയർ ചെയ്യുക. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ഫോളോ ഫോർ മോർ.